ഇതുപോലെ ഒരു ഈർക്കിലുണ്ടെങ്കിൽ ഇനി വെട്ടിരുമ്പില്ലാതെ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന തേങ്ങ നിങ്ങളെല്ലാം കണ്ടു കാണും. ഇത് നമുക്ക് പൊതിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് പൊട്ടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് കത്തി വേണം, വെട്ടുകത്തി വേണം. വെട്ടുകത്തി ഉണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ വെട്ടുകത്തി ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വെറും ഒരു ഈർക്കിൽ കൊണ്ട് എങ്ങനെ പൊട്ടിച്ചെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ചുറ്റുമുള്ള ഈ ചകിരികളെല്ലാം നമ്മുടെ കൈകൊണ്ട് ഇളക്കി കളയാൻ പറ്റുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇളക്കി കളയണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ക്ലീൻ ആക്കണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ചെയ്തപ്പോൾ അങ്ങ് ക്ലീൻ ആക്കിയെന്നേ ഉള്ളൂ. ക്ലീൻ ആക്കിയ ശേഷം ഇതുപോലെ ഒരു ഈർക്കിൽ മതി, പച്ചയീർക്കിലാണെങ്കിൽ അതാണ് നല്ലത്. ഇതുപോലെ ഒരു ഈർക്കിലെടുക്കുക. എടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി ഒന്ന് ചുറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് ഈ 3 വരയില്ലേ, 3 വരയിൽ ഏതെങ്കിലും ഒരു വരയായിരിക്കണം നമ്മൾ തറയിൽ വെച്ചിരിക്കുന്നത്. ഞാനപ്പോൾ ഒന്ന് ഇടിച്ച് കാണിക്കാം. അപ്പം നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിച്ചോ. ഞാനിത് വെട്ടിരുമ്പോണ്ട് വെട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഈർക്കിൽ മാത്രം ചുറ്റിയെന്നേ ഉള്ളൂ. ഇനിയപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെ ഈർക്കിൽ വെച്ച് തന്നെ പൊട്ടിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ആ തേങ്ങ പൊട്ടിയ സൗണ്ട് കൊണ്ട് തന്നെ പൂക്കി പോലും ഓടിപ്പോയി. തേങ്ങ നിങ്ങൾ നോക്കൂ, വളരെ കറക്റ്റായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. ഒരു എങ്ങും പലതായിട്ട് ചിന്നി ചിതറി പൊട്ടുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റ അടി മാത്രമേ അടിച്ചുള്ളൂ. ആ ഒറ്റ അടിക്ക് തന്നെ തേങ്ങ രണ്ടായിട്ട് തന്നെ പിളർന്നു. അപ്പം നമുക്ക് ഇതുപോലെ ഈ ഒരു ഈർക്കിൽ മാത്രം മതി. ഈ ഒരു ഈർക്കിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ, ചിലപ്പോൾ എവിടെയെങ്കിലും ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് വെട്ടിരും ബില്ലതൊന്നും പൊട്ടിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു ഈർക്കിൽ മാത്രം മതി. ഈ ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റുക മാത്രമേ ചെയ്തുള്ളൂ, അല്ലാതെ ഇത് വെട്ടിരുമ്പോൾ പൊട്ടിക്കോ ഒന്നും ചെയ്തിട്ടില്ല.